സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അരുന്ധതി ആരാന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാ പ്രേക്ഷകരും. അരുന്ധതി ആരാന്ന് ഇത്രയും ദിവസവും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ അരുന്ധതി പ്രഭാവതിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. പ്രഭാവതിക്ക് അരുന്ധതിയെ കണ്ടതും പെട്ടെന്ന് തന്നെ പഴയ അരുന്ധതിയാന്നുള്ള കാര്യം ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി അരുന്ധതിയെ നോക്കി ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന സമയത്ത് അരുന്ധതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രൊഫസർ പ്രഭാവതിക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്ന്. അത് കേട്ടതും അരുന്ധതി അല്ലേ, ആ അരുന്ധതിയാണല്ലേ ഈ അരുന്ധതി, അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമകളുടെയും മകൻ്റെയും മേഡമാണ് ഞാൻ, നിങ്ങൾക്ക് ഇതുവരെയും അത് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇല്ല, എനിക്കത് അറിയില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ പണ്ട് കൊഴി തോണ്ടി കുഴിച്ചിട്ടതെല്ലാം ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹമൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട്. കാരണം ഈ പ്രഭാവതി പണ്ട് കാലത്ത് എന്തോ ഒരു ദ്രോഹം അരുന്ധതിയോട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അരുന്ധതി ഈ നാട്ടിലോട്ട് വന്നത് തന്നെ. അത് പല സമയത്തും നമ്മളുടെ അരുന്ധതി CPയോടും ത്യാഗരാജനോടും പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വ്യക്തമായ കാരണം മാത്രം അരുന്ധതി ആരോടും പറയുന്നില്ല. പക്ഷേ എന്തോ ഒരു വലിയ കാരണം അതിൻ്റെ പിന്നിലുണ്ട്. മിക്കവാറും ഋഷി ഈ അവസ്ഥയിലെത്താൻ കാരണം ഈ പ്രഭാവതി ആയിരിക്കാം. പ്രഭാവതി പണ്ട് കോളേജിൽ പ്രൊഫസറായിരുന്ന സമയത്ത് എന്തോ ഒരു വലിയ ദ്രോഹം അരുന്ധതിയോടും അരുന്ധതിയുടെ കുടുംബത്തോടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അരുന്ധതി പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തോട് ചെയ്തിട്ടുള്ള ദ്രോഹത്തിനെല്ലാം എണ്ണി കണക്ക് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും അരുന്ധതിയുടെ മോനും ദേവിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് സംശയിച്ചിട്ട് നന്ദനും ദേവിയും തമ്മിൽ ഇപ്പോൾ പിണക്കത്തിലാണ്. ദേവിയുടെ വീട്ടിലാണ്. എൻ്റെ മോൻ്റെ ജീവിതം ഏകദേശം തകർന്ന മട്ടാന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, തകർന്ന മട്ടല്ല, അത് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും നിൻ്റെ മകന് ദേവിയെ തിരിച്ചു കിട്ടില്ല. അതുപോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടാനുള്ള യോഗ്യതയും നിനക്കും നിൻ്റെ മകനും ഇല്ല. ഇനി ഒരിക്കലും അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കൂ എന്നുള്ള സ്വപ്നമൊന്നും പ്രഭാവതിക്ക് വേണ്ട, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന്. ഈ സമയത്ത് പ്രഭാവതിക്ക് തിരിച്ചെന്ത് പറയണമെന്നറിയില്ല. കാരണം എല്ലാവരോടും തൻ്റെ ഇടത്തോടുകൂടി എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന പ്രഭാവതിക്ക് നമ്മളുടെ അരുന്ധതിയോട് മാത്രം ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രഭാവതി പണ്ട് അരുന്ധതിയോട് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ്. ആ തെറ്റെന്താണെന്നുള്ളത് ഇനി വരുന്ന എപ്പിസോഡുകളിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ അതൊന്നും കാണിക്കുമോ അരുന്ധതി അതിനെക്കുറിച്ച് പറയുകയൊന്നും ചെയ്യണില്ല. അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട്, ദയവ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് എൻ്റെ മകൻ്റെയും മരുമകളുടെയും ജീവിതം തകർക്കരുത്. ഇതെല്ലാം നിങ്ങളുടെ പ്ലാനായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായേ. അപ്പോൾ ഋഷിയും ദേവികയും തമ്മിലുള്ള ഫോട്ടോസൊക്കെ നന്ദന അയച്ചു കൊടുത്തത് നിങ്ങളായിരുന്നോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു തേർഡ് റേറ്റ് കളിയൊന്നും കളിക്കാറില്ല, അത് ഞാനല്ല ചെയ്തതും. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നേരിട്ട് വന്ന് പറയും, ഇത് മറ്റാരോ ചെയ്തിരിക്കണേ എന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, നിങ്ങളുടെ മകനും എൻ്റെ മരുമകളും തമ്മിലുള്ള ഫോട്ടോ മറ്റാർക്കെങ്കിലും കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലാതെ ഒരിക്കലും കിട്ടില്ല. ദയവ് ചെയ്ത് ദേവിയുടെയും നന്ദനെയും ബന്ധം തകർക്കരുത്. നന്ദൻ്റെ തെറ്റിദ്ധാരണ എത്രയും പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞൊന്ന് തിരുത്തി കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഞാനിപ്പോൾ നന്ദനെ ജീവനോടെ വിട്ടിരിക്കുന്നത് തന്നെ അവൻ ദേവിയുടെ ഭർത്താവായതുകൊണ്ട് മാത്രം. എൻ്റെ മകൻ്റെ ദേഹത്ത് അവൻ കൈവച്ചു. എൻ്റെ മകൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ പോയിട്ട് എൻ്റെ മകൻ്റെ നേരെ നോക്കാൻ പോലും ഞാൻ ആരെയും അനുവദിക്കാറില്ല. അത്രയ്ക്കും ജീവനായിട്ടാണ് ഞാൻ എൻ്റെ മകനെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് സുഖമില്ലാത്ത എൻ്റെ മോനെ അവൻ ഒരുപാട് തല്ലി. പക്ഷെ ഞാൻ അവനെ കൊല്ലാണ്ട് വിട്ടിരിക്കുന്നത് ദേവിയുടെ ഭർത്താവായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇന്നവൻ ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് അവനൊരു തെറ്റ് പറ്റിപ്പോയതാ. ആരോ അവൻ്റെ ഫോണിലേക്ക് അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫോട്ടോസ് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് അവനങ്ങനെ തെറ്റിദ്ധരിച്ച് പെരുമാറിയത്. എന്തായാലും അരുന്ധതി അവനോട് പൊറുക്കണമെന്ന്. ഇതേ സമയം നമ്മളുടെ ഭാർഗവി അങ്ങോട്ട് വരുന്നുണ്ട്. ഭാർഗവി വരുന്ന സമയത്ത് അരുന്ധതി ഇങ്ങനെ നന്ദൻ്റെയും ദേവിയുടെയും ജീവിതം ഇങ്ങനെ ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ പറയണ കേട്ടോണ്ടാണ് വന്നെ. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, നിങ്ങളാരാ അതൊക്കെ പറയാമെന്ന് ചോദിക്കുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട്, അത് എന്നോട് ചോദിക്കാൻ നിങ്ങളാരാന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അത് എൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ്. പക്ഷേ ജോലിക്കാരിയുടെ സ്ഥാനത്തല്ല ഞങ്ങൾ ഭാർഗവിയെ കാണുന്നത്. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടാനും അഭിപ്രായം പറയാനും ഉള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഭാർഗവിക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരി പോലെയാണ് ഞാൻ ഭാർഗവിയെ കാണുന്നത്.
ആ സമയത്ത് നമ്മളുടെ അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങൾ സഹോദരിയെ പോലെയോ എങ്ങനെ വേണമെങ്കിലും കണ്ടോ, പക്ഷേ എനിക്കതൊന്നും വിഷയമല്ല. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി ഞാൻ അയാൾക്ക് തന്നെ കൊടുക്കും. എന്തായാലും ഇവരെന്നോട് ചോദിച്ചില്ലേ നന്ദൻ്റെയും ദേവിയുടെയും ജീവിതം തകർക്കാൻ എനിക്ക് എന്താ കാര്യമെന്ന്. എനിക്ക് കാര്യമുണ്ട്. എൻ്റെ മകൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്തിയ ആളാണ് ഈ പ്രൊഫസർ പ്രഭാവതി. അതുകൊണ്ട് അതിന് തിരിച്ചടിയായിട്ട് ഞാൻ ഇവരുടെ ജീവിതം തകർത്തിരിക്കുമെന്ന്. ഇത് കേട്ടതും ഭാർഗവി പറയുന്നുണ്ട്, നീ എന്ത് ധൈര്യത്തിലാടി ഇങ്ങനെയൊക്കെ പറയണേ? അങ്ങനെ ഇവരുടെ ജീവിതം തകർക്കാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. അതിനു മുമ്പ് നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ട വന്നാലും നന്ദമോൻ്റെയും ദേവിമോളുടെയും ജീവിതം ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അതിനുള്ള അവസരമൊന്നും വരില്ല, മിക്കവാറും എൻ്റെ കൈകൊണ്ടായിരിക്കും നിങ്ങളുടെയൊക്കെ അവസാനം. ഈ സമയത്ത് പ്രഭാവതി ഭാർഗവിയോട് പറയുന്നുണ്ട്, ഭാർഗവി ഒന്നും മിണ്ടാതിരി, ഭാർഗവി അകത്തേക്ക് പോയിക്കോ, ഈ കാര്യത്തിൽ ഭാർഗവി ഇടപെടേണ്ടതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് നേരെ പോകുന്നത് പത്രസമ്മേളനത്തിനാണ്. അവിടെ ചെന്നതും പാർട്ടിക്കാരെല്ലാം ദേവികയെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ദേവികയോട് പ്രസംഗിക്കാൻ പറയുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, എനിക്കത്ര നന്നായിട്ട് പ്രസംഗിക്കാനൊന്നും അറിയില്ല, ഞാൻ ഇന്ന് വരെയും ഒരു പ്രസംഗത്തിലും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗിക്കുമ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയാൽ നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക പ്രസംഗിക്കാനായിട്ട് മയക്കെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ത്യാഗരാജൻ മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അരുന്ധതി മേഡം നിന്നെ ഇനി വെറുതെ വിടുമെന്ന് തോന്നണില്ല. അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേസമയം സിദ്ധാർത്ഥൻ ദേവിയോട് പറയുന്നുണ്ട്, മോള് ധൈര്യമായിട്ട് പ്രസംഗിച്ചോ, ഇവിടെ പുറത്തുനിന്നുള്ളവരൊന്നും ഇല്ലല്ലോ, പാർട്ടിയിലുള്ള മോൾ അറിയുന്ന ആളുകൾ മാത്രമല്ലേ ഉള്ളൂ, എന്ത് തെറ്റ് വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നു. അങ്ങനെ ദേവിക സ്റ്റേജിൽ കയറി മൈക്കെടുത്തിട്ട് ആദ്യം തന്നെ എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്, അതും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, അച്ഛൻ്റെയും പാർട്ടിക്കാരുടെ നിർബന്ധം കൊണ്ട് മാത്രം. ഇനിയാണെങ്കിലും വേറെ ആരെങ്കിലും മത്സരിക്കാനുണ്ടെങ്കിൽ പിന്മാറാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ടത് സിദ്ധാർത്ഥൻ എന്താ മോളെ ഈ പറയണതെന്നൊക്കെ ഇങ്ങനെ ആംഗ്യത്തിലൂടെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ നിർബന്ധിച്ച് രാഷ്ട്രീയത്തിൽ ഇറക്കി, എന്നിട്ടിപ്പോൾ MLA സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. ഇനി നിങ്ങൾ തന്നെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പാർട്ടിക്കാരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുകയോ അന്വേഷിക്കുകയോ ഞങ്ങളെ സഹായിക്കുകയോ ചെയ്തിട്ടില്ല. അച്ഛൻ ജയിലിൽ കിടന്നപ്പോൾ എല്ലാവരും ഞങ്ങളെ കൈയൊഴിഞ്ഞു. പിന്നെ അമ്മയും ഞങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറയണം. ആ സമയത്ത് ത്യാഗരാജനും എല്ലാവരും പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ദേവിക, ഞങ്ങളെല്ലാവരും ദേവികയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കും, ഒരിക്കലും ദേവികയെ തോൽപ്പിക്കാൻ നിൽക്കില്ല എന്ന് പറയുന്നു. പിന്നീട് ദേവിക ഇങ്ങനെ പ്രസംഗിക്കുന്നതെല്ലാം ചാനലുകാർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നമ്മളുടെ നന്ദനാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ദേവികയുടെ പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദനക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. പിന്നെ ദേവികയുടെ നേരത്തെ വിളിച്ച് സംസാരിച്ച കാര്യമൊക്കെ ഓർക്കുമ്പോൾ ദേവികയോടൊരു സഹതാപവും തോന്നുന്നുണ്ട്. ഇവളെന്താ ഇങ്ങനെ, ഇവൾക്ക് അവനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പിന്നെ ഇവള് എന്നെ വിളിച്ച് എൻ്റെ അനുഗ്രഹമൊക്കെ ചോദിക്കുമോ? ഇനിയിപ്പോൾ ഇതെല്ലാം എൻ്റെ തെറ്റിദ്ധാരണയാണോ? ഗിരീഷേട്ടൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ എല്ലാം നിൻ്റെ തെറ്റിദ്ധാരണയായിരിക്കും, ദേവി അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്ന്. അച്ഛനും അത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംശയം, ഇനിയിപ്പോൾ ദേവി ഇതിൽ നിരപരാധിയായിരിക്കുമോ, ഞാൻ അവളെ വെറുതെ സംശയിക്കണമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ പ്രഭാവതി നന്ദൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദ നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം അമ്മ കണ്ടില്ലേ ദേവിയുടെ പത്രസമ്മേളനം? ഉവ്വ ഞാൻ കണ്ടു, മോള് നന്നായിട്ട് തന്നെ പ്രസംഗിച്ചല്ലോ, എന്താ നന്ദാ പ്രശ്നം? ഇനിയെങ്കിലും ദേവിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ച് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ, എത്ര ദിവസമായി നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കണമെന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ കൂട്ടിക്കൊണ്ടു വരുന്നതിനെക്കുറിച്ചൊന്നും ഞാനിതുവരെ ആലോചിച്ചിട്ടില്ല അമ്മേ, എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ, എനിക്ക് ഒന്നിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല, എൻ്റെ മനസ്സാണെങ്കിൽ ഇപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും മോൻ സമാധാനത്തിൽ ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തിയാൽ മതി, ദേവിമോൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല, ഇതാരോ മനഃപൂർവ്വം നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ അയച്ച് തന്നേക്കണേ എന്ന് പറയണം. ആ സമയത്ത് പ്രഭാവതിയുടെ മനസ്സിൽ വരുന്നത് അരുന്ധതി പറഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ ജീവിതവും കുടുംബവും തകർത്താൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല എന്ന് അരുന്ധതി പറഞ്ഞതും, അതുപോലെ ഇവരുടെ ജീവിതം തകർക്കാൻ നോക്കണത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പം തകർക്കാൻ നോക്കണതല്ല, അത് തകർന്നു കഴിഞ്ഞു എന്ന് അരുന്ധതി പറയണതെല്ലാം പ്രഭാവതിയുടെ മനസ്സിലേക്ക് വരുമ്പം പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദൻ്റെയും ദേവിയുടെയും ജീവിതം തകർക്കാൻ നോക്കുന്നത് അരുന്ധതിയാണ്, അല്ലാതെ ദേവിയും ഋഷിയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യമൊക്കെ പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അച്ഛൻ വരുമ്പോൾ ദേവീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം,
ഇവിടെ വന്നതിന് ശേഷം നീയും ദേവികയും അടുത്തിരുന്ന് സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണം. ഇനിയും ഇത് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അച്ഛനും അത് തന്നെയാണ് പറയണേന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത്ര പെട്ടെന്നൊന്നും തീരുമെന്ന് അമ്മ വിചാരിക്കേണ്ട. അവൾ പണ്ടത്തെ ദേവിയൊന്നുമല്ല. ഇപ്പം തന്നെ അവൾ മത്സരിക്കാൻ ഇറങ്ങിയത് എൻ്റെ അനുവാദം ചോദിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഇന്നെന്താണെന്നറിയില്ല, എന്നെ വിളിച്ചിട്ട് അനുഗ്രഹം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ അനുഗ്രഹം കിട്ടാത്തതുകൊണ്ട് അവൾ തോറ്റു എന്നൊന്നും വേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദൻ പറയുമ്പം പ്രഭാവതിക്ക് അത് കേട്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നന്ദ, നീ ഇത്രയൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടും ദേവിമോളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ദേവിക നിന്നെ വിളിച്ച് അനുഗ്രഹം ചോദിച്ചതെന്ന്. അത് കേട്ടതും നന്ദനക്കും ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അങ്ങനെ നന്ദൻ എന്ത് ചെയ്യണമെന്നറിയാതെ സംശയിച്ച് നിൽക്കുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്തായാലും നമ്മളുടെ പ്രഭാവതി അരുന്ധതിയോടും കുടുംബത്തോടും ചെയ്തിരിക്കുന്ന ചതികളൊക്കെ വെളിയിൽ വരുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.